ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ശിശുദിനത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ്. പൈസുട്ടനും കുഞ്ഞിയൊക്കെ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടത്. എല്ലാ മക്കളും വൈറ്റ് ഡ്രസ്സായിരുന്നു. പിന്നെ ഖദീജു ഐഷു മാത്രം റെഡ് ആയിപ്പോയി. പേരൻസായിട്ട് ഞാനും മിൻഷായുമായിട്ട് ആദ്യം എത്തിയത്. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് നേരം പായസമൊക്കെ ഇളക്കിക്കൊണ്ട് നിന്നു. പിന്നെ കുഞ്ഞി ഐസുട്ടനും കൂടെ അവിടെ വണ്ടിയിൽ കളിക്കുകയും ഒക്കെ ആയിരുന്നു. പിന്നെ ഖദീജു ഐഷു ഒരു ഫോണും എടുത്തിട്ട് പിന്നെ കളിക്കാനൊക്കെ വന്നു. പിന്നെ അതിലൊരാൾ വെച്ച് വന്നിട്ട് ഐസുട്ടന് ഫോണൊക്കെ കൊടുത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരും ട്വിൻസാണ് കേട്ടോ. പിന്നെ ടീച്ചർമാർ രണ്ടുപേരും കൂടെ മക്കൾസിനെ എല്ലാവരെയും ഘോഷയാത്രയ്ക്ക് സെറ്റാക്കി നിർത്തി. കുഞ്ഞി ഐസുട്ടനും കരച്ചിലായിരുന്നു. ഒരുവിധം എല്ലാവരും കരച്ചിൽ തന്നെ ആയിരുന്നു. പിന്നെ ഐസുട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല. പിന്നെ ഞാൻ ഐസുട്ടനെ എടുത്തുകൊണ്ട് നടന്നു. കുഞ്ഞിയെ പിന്നെ സിജീന ടീച്ചർ ഏറ്റെടുത്തു. പിന്നെ അങ്ങനെ നല്ല രസമായിട്ട് കുറച്ച് ദൂരം നടന്നു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ പിണങ്ങി മാറി പുറകിലും മുമ്പിലും ഒക്കെ ആയിട്ട് നിന്ന് കരഞ്ഞു നിൽക്കുവാണ്. എല്ലാവരും വൈറ്റ് ഡ്രസ്സിൽ നെഹ്റു തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ എനിക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടിയില്ല. ഐസുട്ടൻ കരഞ്ഞതുകൊണ്ട് ഞാൻ ബാക്കിൽ നിന്ന് പോവാണ്. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത ആൾ ഷെയർ ചെയ്ത കുറച്ച് പോർഷനാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിലും ഷെയ്ക്ക് ആയത് കാരണം ഞാൻ എല്ലാം എടുത്തിട്ടതും ഇല്ല. തിരിച്ച് നടക്കാൻ നേരം ഞാൻ ഐസുട്ടനെ വെറുതെ ഒന്ന് ഇറക്കി നിർത്തി നോക്കിയതാണ്. നടക്കുമെങ്കിൽ അവൻ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ കരഞ്ഞുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുവാണ്. അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ടുള്ളൊരു ഫോട്ടോ പോലും അന്നത്തെ ദിവസത്തെ കിട്ടിയില്ല. പിന്നെ നമ്മൾ അംഗനവാടി വന്നിട്ട് എല്ലാവർക്കും ജ്യൂസും ഒക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം അവിടെ ഇങ്ങനെ അടങ്ങിയിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇങ്ങനെ മക്കളെല്ലാവരും കൂടി ഇരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. മാഷാ അല്ലാ, എല്ലാവരും അടങ്ങി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ടിയൊക്കെ കുടിച്ച് എല്ലാവരും ക്ഷീണമൊക്കെ തീർക്കുവാണ്. കരഞ്ഞതിൻ്റെയും അത്രയും ദൂരം നടന്നതിൻ്റെയും. കുറച്ച് ദൂരേ അവർ നടന്നുള്ളൂ കേട്ടോ, കുഞ്ഞുമക്കളല്ലേ. പിന്നെ ആമിക്കുട്ടിക്ക് അന്ന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളിൽ അവൾ ഓടി എൻ്റെ അടുത്ത് വന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുകൂടാണ് കേട്ടോ. അപ്പം നമുക്കൊരു പരിഗണനയും കൂടെ ഉണ്ടല്ലോ അങ്ങനെ. അതിനുശേഷം മീറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഷാമിലാക്കായും ടീച്ചേഴ്സ് എല്ലാം പ്രസംഗിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളുടെ കലാപരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു മോള് മാത്രമാണ് പാട്ടൊക്കെ പാടിയത്. ബാക്കി എല്ലാവർക്കും നാണമായിരുന്നു. ആരും പാട്ടൊന്നും പാടിയില്ല, ഡാൻസ് ഒന്നും ചെയ്തില്ല. എല്ലാവരും ഫ്രൂട്ടിയും കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞുമോള് പാടിയത് കുഞ്ഞെ ഉണരൂ നീ എന്നുള്ള പാട്ടായിരുന്നു. ഇങ്ങനൊരു പാട്ട് കൂടെ പാടി ഇപ്പം എഡിറ്റ് ചെയ്യാൻ നേരം മറന്നുപോയി. പിന്നെ നമ്മൾ പായസമൊക്കെ കുടിച്ചു. നല്ല പായസമായിരുന്നു. പായസം കുടിച്ച് വയറ് നിറഞ്ഞിരുന്നപ്പോൾ തന്നെയാണ് ബിരിയാണിയും വിളമ്പിയത്. കുഞ്ഞിക്ക് ഞാൻ വാരി കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ മടി വന്നിരുന്നു. അങ്ങനെ പിന്നെ അവൾക്ക് വാരി കൊടുക്കാനായിട്ടിരുന്നു. ഐസുട്ടന് ബിരിയാണി ആയി കാരണം കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഐസുട്ടനെ തൊട്ടടുത്തിരുന്നത് ആമിക്കുട്ടിയാണ്. പിന്നെ ഖദീജു, ഐഷു, അങ്ങനെ കുഞ്ഞു മക്കളെല്ലാം കൊത്തിപ്പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ കഴിച്ചു, കുറച്ചൊക്കെ അവർ കളഞ്ഞു. അങ്ങനെ അതിനുശേഷം പേരൻസും ടീച്ചേഴ്സും ഒക്കെയാണ് കഴിക്കാനിരുന്നത്. പിന്നെ കുഞ്ഞിയുടെ ഫ്രോക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ, ഞാൻ തയ്ച്ചതാണ്. കുറച്ച് നേരം കുഞ്ഞിയെ ടീച്ചർ വെച്ച് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് വന്നു. കുറച്ച് പ്രോഗ്രാം ഉള്ളത് കാരണം ബിസി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ യാത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.